തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പ്രേക്ഷകർ എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ചില സിനിമയ്ക്ക് വേണ്ടത്ര പോലെ നമുക്ക് ആളുകൾ എത്താതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാവും. ഈ സിനിമ മൊത്തം ഇമോഷണൽ ടച്ചിലും പോകുന്നു. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രേക്ഷകരുടെ മനസ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന് യാതൊരു സംശയമില്ല. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇഷ്ടപ്പെട്ട ഒത്തിരി ആളുകളുണ്ട് ആ സമയം സിനിമ. പക്ഷെ ആളുകളിലേക്ക് അങ്ങനെ എത്തുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് സ്വയം തോന്നിയതാണല്ലോ. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണിൽ ഒരു മാസ് എന്റർടൈനർ, ഒരു തിയേറ്റർ എന്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഭയങ്കര ട്രെമൻഡസ് ആയ ഒരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിനും ഒക്കെ വന്നിട്ടുണ്ട്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസ് ഇല്ലാതെ തന്നെ ഈ സിനിമയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കണ്ടവർ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്, ഫാമിലീസ് ഏറ്റെടുക്കുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും തുടരും പോലെ ഒരു സിനിമ കാണാൻ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ 3 ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു സിനിമകളെ തുടരും. അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കിട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇന്നുമൊക്കെ ആയപ്പോൾ നമ്മൾ ഇപ്പൊ ഇന്ന് വനിതാ വരുന്നതിൽ പോയി ഇവിടെ ഫോറം മോളിൽ പോകുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ്. ഫാമിലി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മക്കളുള്ളവര്, മക്കളെ വളർത്തിയിട്ടുള്ളവര്, അവരൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക് ആളുകൾക്ക് വന്ന് കാണാനുള്ളത്. അപ്പൊ എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു. തീർച്ചയായിട്ടും തിയേറ്റർ നമ്മുടെ മലയാളത്തിലെ തിയേറ്റേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് അടിപൊളിയാണ്. കാര്യം അവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്ററുകാർ സമയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം പല സിനിമകളും കിഷ്കിന്ധകാണ്ഡം ആദ്യത്തെ 3 ദിവസം, ആദ്യത്തെ 2 ദിവസം വളരെ ആവറേജ് ആയിട്ട് പോയി. ആ സമയത്തൊക്കെ എന്നെ വിളിച്ച തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും പറഞ്ഞത് ആസിഫ് നോക്കൂ ഈ സിനിമ കയറി വരും. ആ ഒരു ഫീഡ്ബാക്ക് തന്നെ എനിക്കിപ്പോ ആ ഒരു കോൺഫിഡൻസ് എല്ലാ തിയേറ്റേഴ്സും തരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ഈ സിനിമ കയറി വരിക തന്നെ ചെയ്യും. സർക്കിട്ടിന്റെ സായില് ഒരു 2 കൈകൾ കാണാം. അപ്പൊ സിനിമയിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള സീനിന്റെ റിസംബിൾസ് ആണ്. അപ്പൊ ആരുടെ ഐഡിയ ആണ് ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ ഒരു സംഭവം വെക്കാവുന്നുള്ളത്? സംവിധായകന്റെ ഐഡിയ തന്നെയാണത്. അത് ആ സ്ക്രിപ്റ്റ് സിനിമ കണ്ടവർക്കറിയാം. സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു. അതെന്തുകൊണ്ടാണ് ആ 2 കൈകൾ കൂട്ടി ഇരിക്കുന്നത് പോസ്റ്റർ ഡിസൈൻ എന്നുള്ളത് തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയുക. മോണോലോഗ് സീൻ അത്രമാത്രം സീൻ ചെയ്യുമ്പോ അസിക്ക് എത്രത്തോളം പ്രിപ്പയർ ചെയ്യാറുണ്ട് മോണോലോഗ്? അത് ഞാൻ പറഞ്ഞില്ലേ, തമർ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ ഞാൻ ഇതെങ്ങനെയുണ്ടോ നോക്ക് എന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഐ മീൻ ആ സീൻ ഭയങ്കര, ആ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സീനാണ്. അപ്പൊ അത് തമറും അതിനു വേണ്ടിട്ട് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ആ ഒറ്റ സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗകര്യം തന്നതുകൊണ്ടും ഒക്കെയാണ് അത് അത്രയും നന്നായത്. നമ്മുടെ നാട്ടിലെ പോലീസും ഗൾഫിലെ പോലീസും വ്യത്യസ്തമാണെന്ന് ശരിക്കും പറഞ്ഞു. അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഒന്നാമത് ഞാൻ കുറെ കാലം അവിടെ ജീവിക്കുന്നവർ ഞാൻ കണ്ട പോലീസുകാരെ നാട്ടിലും അതേപോലെയൊക്കെ തന്നെയാണല്ലോ. ഇതേപോലെ വളരെ മോശം എന്തെങ്കിലും ചെയ്ത തിരിച്ച് അവിടെയും അതുപോലെയൊക്കെ തന്നെ കിട്ടും. കിട്ടിയിട്ടുണ്ടോ? എനിക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല.